എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്വന്തം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. OTT പ്ലാറ്റ്ഫോമുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയുമായി വലിയൊരു സിനിമാ വിരുന്നാണ് കാത്തിരിക്കുന്നത്. മലയാളത്തിൽ നിന്നും മറുഭാഷകളിൽ നിന്നും നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വമ്പൻ ചിത്രങ്ങളുടെ OTT റിലീസ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അവ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിലാണ് എത്തുന്നതെന്നും ഏതൊക്കെ ഭാഷകളിൽ ലഭ്യമാണെന്നും നമുക്ക് വിശദമായി നോക്കാം. പെണ്ണും പൊറോട്ടും മലയാളത്തിൽ നിന്നും ഉടൻ പുറത്തിറങ്ങുന്ന മറ്റൊരു പ്രധാന ചിത്രമാണ് പെണ്ണും പൊറോട്ടും. ഈ ചിത്രം നാളെ, അതായത് മാർച്ച് 13-ന് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. തിയേറ്ററുകളിൽ വലിയ പൊട്ടിച്ചിരിക്ക് വഴിയൊരുക്കിയ ഈ നീളനീള കോമഡി എന്റർടൈൻ ചിത്രമാണിത്. കാസർഗോഡ് എംബസി. നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്ന സീരീസാണ് കാസർഗോഡ് എംബസി. ഈ ഒറിജിനൽ സീരീസ് മാർച്ച് 20-ന് C5 പ്ലാറ്റ്ഫോമിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഈ സീരീസിലെ ഏറ്റവും വലിയ ആകർഷണം ഇതിലെ കരുത്തുറ്റ താരനിര തന്നെയാണ്. ഫങ്കി. തെലുങ്ക് യുവതാരം വിശ്വക് സെൻ നായകനാകുന്ന ചിത്രമാണ് ഫങ്കി. ഇത് നാളെ നെറ്റ്ഫ്ലിക്സിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നു. സിനിമയ്ക്കുള്ളിലെ സിനിമ പറയുന്ന രീതിയിലുള്ള വളരെ വ്യത്യസ്തമായ ഒരു കഥയാണിത്. ഒരു സംവിധായകനും നിർമ്മാതാവും തമ്മിലുള്ള രസകരമായ പോരാട്ടമാണ് ഇതിൽ കാണാൻ സാധിക്കുക. പരേഷ് റാവൽ നായകനാകുന്ന ദ താജ് സ്റ്റോറി എന്ന ഹിന്ദി ചിത്രം ലാൻഡ്ഗേറ്റ് പ്ലേയിലൂടെയാണ് റിലീസ് ചെയ്യുന്നത്. ഇതൊരു ഗൗരവമേറിയ കോർട്ട് റൂം ഡ്രാമയാണ്. താജ്മഹലിനെ ചുറ്റിപ്പറ്റിയുള്ള ചരിത്രപരമായ തർക്കങ്ങളും പുതിയ കാലത്തെ വിവാദങ്ങളുമാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ഗൗരവമുള്ള വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മികച്ച സിനിമ അനുഭവമായിരിക്കും. ഈ ചിത്രം നാളെ മുതൽ മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ലഭ്യമാണ്. വെർജിൻ റിവർ സീസൺ 6. ആഗോളതലത്തിൽ വലിയ ആരാധകരുടെ സീരീസായ വെർജിൻ റിവർ അതിന്റെ 6ാം സീസണുമായി നാളെ നെറ്റ്ഫ്ലിക്സിൽ എത്തുന്നു. ഇതൊരു ഡ്രാമ റൊമാൻറ്റിക് സീരീസ് ആണ്. വെർജിൻ റിവർ എന്ന ചെറിയ ഗ്രാമത്തിലെ മനുഷ്യരുടെ പ്രണയവും അവർ നേരിടുന്ന ജീവിത പ്രതിസന്ധിയുമാണ് ഈ സീരീസിന്റെ കാതൽ. ഫേറ്റൽ സെഡക്ഷൻ. സസ്പെൻസും ത്രില്ലറും ഇഷ്ടപ്പെടുന്നവർക്കായി എയർടെൽ എക്സ്ട്രീമിൽ ഫേറ്റൽ സെഡക്ഷൻ എന്ന സീരീസ് എത്തുന്നു. ഇത് പ്രധാനമായും ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഓരോ എപ്പിസോഡും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ത്രില്ലർ അനുഭവമായിരിക്കും എന്നതിൽ ഒരു സംശയമില്ല. ഇതിനോടൊപ്പം തമിഴിലെ ലോക്കൽ ടൈംസ്, ആമസോൺ പ്രൈമിലും കുക്കി C5-ലും ജിയോ ഹോട്ട്സ്റ്റാറിലെ റിസോർട്ട് എന്നിവയും നാളെ മുതൽ ലഭ്യമാവും. ഈ സിനിമകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ ഞാൻ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് സിനിമയ്ക്കാണ് കൂടുതൽ കാത്തിരിക്കുന്നത്? കമന്റ് ചെയ്യാൻ മറക്കരുത്. സിനിമാ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.